രാമവാരനല്ലേ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു? നാഗറേ? അതെ, നാഗർ തന്നെ. ഇതുവരെ നാഗർ തന്നെ. പക്ഷെ നിന്റെ അനിയന് ഞാൻ നായരായതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ റേഷൻ കാർഡിൽ ഓൻ്റെ പേര് ചേർക്കണം എന്നാണ് ഓൻ്റെ മോഹം. ഇതിപ്പോൾ ആരും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നേരെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ വന്നത്. ആവശ്യം നമ്മുടേതായി പോയില്ലേ, പോകുന്ന എജ്ജാതി വീട്ടിലേക്കാന്ന് നോക്കാൻ പറ്റൂലല്ല. അതുകൊണ്ട് സുരേശൻ എൻ്റെ വീട്ടിൽ റേഷൻ ഇല്ല, മനസ്സിലായല്ലോ? പിള്ളേരെന്തെങ്കിലും മുരളി, നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. കാമപാലെ ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് നാടകം പോലെ ഞാൻ ഒഴിവാക്കിയാണ്. അല്ല, അതങ്ങനെ മതി, നമ്മൾ പറഞ്ഞ പോലെ മതി. ഈ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ. മീനും 18 ആയിലത്തിന് കല്യാണം. അതൊരു അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഒരു മാപ്പ് പറയാൻ വന്നതാണ്. ഒന്നല്ല ഒരു ഡസൻ മാപ്പ് അങ്ങോട്ട് പറയാം. നീ പുറത്തുനിന്ന് സംസാരിക്കും. നീ അകത്ത് പോയി പഠിക്കേ. ഡോണ്ട് ടീച്ച് മീ, ഐ ആം എ ടീച്ചർ. ഞാൻ റേഷൻ കാർഡ് ശരിയാക്കിയിട്ടുണ്ട്, തരാൻ വന്നതാണ്. ഇനി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾ അങ്ങനെയെങ്കിലും ജീവിച്ചോളാം. സമ്മതിച്ച്. ഇല്ലെങ്കിൽ തന്നെ എൻ്റേതല്ലാത്തൊരു ശനി ബാധിച്ച് നിൽക്കുക ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രേമം കാമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങരുത്. നാണക്കേടാണ്. ഒരു നായർ ചെക്കൻ അല്ലാതെ ഞാൻ ഓളെ കഴിപ്പിച്ച് കൊടുക്കൂല. അപ്പൊ അതാണോ പ്രശ്നം? ഭഗവതി, ഞാൻ ആഹാരമില്ലാത്തതാണ് പ്രശ്നം. അതാണ് ഒരു റേഷൻ കാർഡിൽ സൂണി എഴുതി പോട്ടത് ഡ്രാമാണ്. നാഹരേട്ടാ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. വരുമ്പോ എന്നോട് ആരാന്നൊന്ന് ചോദിക്കണം. ആരാ? ഞാൻ സുരേഷ് നായർ. ഇത് ഭഗവതി നായർ. എൻ്റെ ഏട്ടന്മാര് സുധാകരൻ നായർ, ഗംഗാധരൻ നായർ, മനോഹരൻ നായർ, പുഷ്കർ നായർ. എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നേ. അടുത്ത മീനം 18 ആയില്യത്തിന് സുമലതയുടെയും പ്രേഷന് കല്യാണം. മീനം 18 ആയില്യത്തിന് പുഷ്കരന്റെ കല്യാണം. അന്ന് എനിക്ക് വരാൻ പറ്റൂല. ആരോട് ചോദിച്ചിട്ട് തീരുമാനിച്ചിനി? ജോലിസിനോട് ചോദിച്ചിട്ട്. പിന്നാണ്ട് ഞാൻ പറയുന്നത് കേട്ടാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പഴൊടുക്കും. ആ പുഴയിൽ ഞാൻ നീന്തും. നീ എന്നെ നാണം കെടുത്താൽ കൂട്ടുന്നാല് ഞാൻ എല്ലാരും കൊല്ലും. ഒരു പണത്തിന്റെ മുമ്പ് അടിക്കുവന്ന് നിന്നെ പറ്റിക്കും. അങ്ങനത്തെ ജാതികളാണ്. അച്ഛൻ ഇമേജിന്റെ പ്രശ്നമാണ് മോളെ. ഓരോ നീ തമ്മിൽ യാതൊരു സംബന്ധവും പാടില്ല. ഇല്ല, ഉറപ്പ് പറയാൻ ഞാൻ കത്തി ഊരില്ല. ഇല്ലെങ്കിൽ എന്റെ ചോരപ്പുഴയിൽ നീ നീന്തേണ്ടി വരും. കൊട്ടാര വളപ്പിൽ സുധാകരനാണ് പറയുന്നത്. കേട്ടാ, നിങ്ങൾ നാടകക്കാരനാ? പിന്നെ എനിക്ക് പ്രാന്തണ്ടേ കുപ്പായിട്ട് നിൽക്കാൻ? നിങ്ങൾക്ക് പ്രാന്തണ്ടെന്നില്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. ദയ തോന്നാൻ കാരണം നമ്മുടെ ഭാഗ്യം തന്നെ. പ്രിയതമൻ വല്ലതും പറഞ്ഞു വിട്ടോ? ഈടെ ക്രിസ്മസ് എപ്പാന്ന്? ഈ നാട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പം വരുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അതെപ്പാന്ന് ചോദിച്ചു. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ കുപ്പായം വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ട. ഞാൻ വിളിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കും, അങ്ങനെ ചോദിച്ചു. ആർക്ക് വാടക കൊടുത്ത്? സുരേഷൻ കാവുന്തായ, സൺ ഓഫ് ലേറ്റ് ശ്രീ ശേഖരൻ കാവുന്തായ. തെളിവിനായി വല്ലതും കൊടുത്തയച്ചോ? തെളിവിനായി ഇതാ വിശേഷപ്പെട്ട കൈലേസ് കൊടുത്തു വിട്ടിട്ടുണ്ട്.
കൊടുത്ത പിന്നെ അപ്പൂപ്പനുമില്ല കുപ്പായുമില്ല പൈസയുമില്ല. നാം തന്നെ തൂവാന തന്നെയാണല്ലോ. രാജാതിരാജൻ മായാപുരി ഭരിക്കും കാമപാല മഹാരാജാവ് എഴുന്നള്ളുന്നേ. மச்சான் டென்ஷனா இருக்கியா? எதுக்குடா இவ்வளோ டென்ஷனு? பாய்ஸ் டைரக்ட் ലെജൻഡ്സ് ആക്ട്. ഭദ്രേ സ്വാഗതം. മനോഹരമായി ഈ നവയൗവന കാലത്ത് ഭവതിക്ക് കാട്ടിൽ കറങ്ങേണ്ടി വന്നതിൽ എനിക്ക് അനുകമ്പയുണ്ട്. ഞാൻ വളരെയധികം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗംഭീര മനോഹരമായ അയ്യോ മഹാരാജൻ, അവിടുത്തെ മുഖത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന വാക്കുകളെ അവിടുന്ന് ഉപസംഹരിക്കണം. എനിക്കവ കേൾക്കാൻ പാടില്ല. ഈ മായാപുരി രാജ്യത്തെ ചക്രവർത്തിയായ ഞാൻ എന്റെ രാജകീയമായ കിരീടം നിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ഭവതി എന്റെ പട്ടമഹർഷിയാവും. അടിച്ചത് നീയാണ് സുരേഷ, അടിപ്പിച്ചതാരാണെന്ന് പറ. ആ സാധു പോയിക്കൊള്ളട്ടെ. ആ സാധുവിന്റെയും അവിടുത്തെയും വ്യത്യാസം അറിയാത്ത പക്ഷം ഞാൻ എന്ത് മൂഢയാണ്. ഒരിക്കലും ഞാൻ അവിടുത്തെ വെറുതെ ഉപേക്ഷിക്കുകയില്ല. ആരാടാ നിന്നെ പറഞ്ഞയച്ചത്? അവിടുത്തെ അനുരാഗ ശക്തിയിൽ എനിക്കിപ്പോഴും വിശ്വാസമായുള്ളൂ. നമ്മുടെ സമാഗമം എന്തിനാണ് ഈ സാധുവിന്റെ വധത്തോടു കൂടി സമാരംഭിക്കുന്നത്? നാടകം കഴിയുന്നോട് നിന്റെ കഥ ഞാൻ കഴിക്കും. നിന്നെ പറഞ്ഞ ചാനി മണ്ടിത്തോട്ടത്തിലിട്ട് ഞാൻ കുഴിച്ച് മൂതം. അടിപ്പിച്ചവനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുമ്പോ അടിക്കും. നിർത്തിയാലും എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇത്ര അനുരാഗദാർഢ്യവും പരമയോഗ്യതയും അവിടത്തെക്കാൾ മറ്റാർക്കും ഉണ്ടാവുന്നതല്ല. പുഷ്പാങ്കത്തിന് നമുക്ക് കടലിൽ അയച്ചാ പോരെ? ഭഗവതിയുടെ വാക്കുകളിൽ ഞാൻ കൃതജ്ഞനായിരിക്കുന്നു. പോയിക്കൊള്ളുക, എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. ഇനി മേലാൽ നിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത്. അടിയെന്ന് പറഞ്ഞോടല്ലേ ഞാൻ സമ്മതിച്ച്. എന്നിട്ടിപ്പോ ഇടം വരുത്തിയില്ലേ? പക്ഷെ അടി നിർത്തിയില്ല സുമലത. സുരേഷ് ചേട്ടാ, നമുക്ക് നാട് വിടാം. ഞാനൊരിക്കൽ നാട് വിട്ടതല്ലേ സുമലത. എന്നെ ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ. അച്ഛനെ തല്ലിച്ചു എന്നില്ല പേരുദോഷം വരുമല്ലോ സുരേഷ് ചേട്ടാ. ഏതാപത്തിലും സുരേഷ് ചേട്ടൻ കൂടെ ഉണ്ടാവും. ചങ്ക് പറിച്ചേരണം. സുമലത പറഞ്ഞ തരും. ചാടി ചാവാൻ പറഞ്ഞ ചാടണം. സുമലത പറഞ്ഞ ചാടും. സത്യം. സുമലത പറഞ്ഞ സത്യം. ഉറപ്പല്ലേ? On your mark. Get set, go! സുമലത
കാവും താഴെയല്ലേ? അതെ, പയ്യന്നൂർ പോലീസ് അല്ലേ? എന്താണത്? ഇത് അയക്കാൻ പറ്റി കേൾക്കുന്നില്ല സാറേ. ഫാൻസുകാർ കണ്ടാൽ പോലീസുകാരെ ആക്രമിക്കുമെന്ന് ഭയമുണ്ടോ ഇയാൾക്ക്? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല സാറേ. ഇത് കേരളത്തിലെ കാലാവസ്ഥക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടു. സുരേഷൻ ഇരിക്കും. ആകെ കുഴഞ്ഞു പറഞ്ഞ കേസാണല്ലോ സുരേഷ. ഹൗ കാൻ ഐ ഹെൽപ്പ് യു സാർ? നിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ നിന്നെ പിടിക്കാൻ അറിയാമെങ്കിലേ നിന്നെ തൂക്കിക്കൊല്ലാനും എനിക്കറിയാം. കൂടുതൽ വിളച്ചിലെടുത്താൽ മെഴുതിരി കൊണ്ട് കത്തിച്ച് കൊന്നളേ നിന്നെ ഞാൻ. മനസ്സിലായടാ? ആ സുമലത പറഞ്ഞുകൊണ്ട് മാത്രാ സെക്ഷൻ 354 ഒതുക്കിയത്. ഏത് സുമലത? എത്ര സുമലതേനെ അറിയല്ലോ സുരേഷ് ഏട്ടനി? Get set go! കേസ് എടുക്കലാണ് എൻ്റെ പണി, അല്ലാണ്ട് കേസ് ഒതുക്കലല്ല. ഈ ഹതഫാക്കിന് ഇതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചത്. അല്ലേ ബാലമ്മ? അല്ലാണ്ട് പിന്നെ ഒരേ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ യുദ്ധം ചെയ്താൽ പിന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലൊക്കെ നമ്മളെന്താ അഭിപ്രായം പറയാനാ? അതിനെന്ത് യോഗ്യത ഉള്ള നമുക്ക്? അതുകൊണ്ട് നോ വാർ ആൻഡ് നോ കേസ്. ചെക്കനെ അടിച്ച് പുല്ല് പോലെ ആക്കിയിട്ട് ഇത് കേസ് കൊടുക്കണം. പോയിട്ട് പൊര കത്തിക്കാൻ വേണ്ടത്. ആ സാറേ, സുരേഷിന് വേണ്ടി നമ്മ മാപ്പ് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് കുഴപ്പമാക്കിയാൽ സുഹാസിനെ വീട്ടുകാർ അറിഞ്ഞ ആകെ പ്രശ്നം. അതെ, ഇനി കല്യാണത്തിന് ശേഷം നോക്കാം എന്താ ചെയ്യേണ്ടത്. കല്യാണ ശേഷം എന്ത്? ഉച്ചക്ക് ഊണ്, വൈകുന്നേരം റിസപ്ഷൻ. കിട്ടണല്ലോ കിട്ടിയില്ലേ? പിന്നെ മിണ്ടാണ്ട് പോയി കടന്നുറങ്ങ്. അത് ശരിയാവൂലേ സാറേ? ഒരു 2 ദിവസം ഇവനെ പിടിച്ച് അകത്തിട്ടാലേ ശരിയാവുള്ളൂ. നിർത്ത്. ഉത്തമ, എൻ്റെ തല കറങ്ങുന്നടോ. ഇതെങ്ങനെ നീട്ടിക്കൊണ്ടായിട്ട് കാര്യമില്ല. സുരേഷൻ കുറ്റവാളിയാണ്, പക്ഷെ അവനെ വെറുതെ വിടണം. ഒഴിവാക്കിക്കൂടെ സുമലതേ? ഇനി സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ആത്മഹത്യ പ്രേരണ ഉണ്ടാവില്ല. അല്ലേ സുരേഷ? നീ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ പ്രേരിപ്പിച്ചാൽ ഞാനും പ്രേരിപ്പിക്കും. എന്നെ പ്രേരിപ്പിച്ച ഞാനും. ബാലമ്മ, മീനം 18 വരെ ആരും ആരെയും പ്രേരിപ്പിക്കുന്നില്ല. മതി. ബാലമ്മ, ഇസ്രായേലിൽ നിന്നും പലസ്തീനിലേക്കും പലസ്തീനിൽ നിന്നും ഇസ്രായേലിലേക്കും ഇനി ഒരു കടന്നുകയറ്റവും ഇല്ല. ഇല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? വിട്ടോ